മീനച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 കിലോ സൂതമീനാണ് എടുത്തത്. അതായത് നമ്മൾ ടൂണ ഫിഷ്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 300 ഗ്രാം നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലെണ്ണക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഉപയോഗിക്കാം. പക്ഷേ എപ്പോഴും നമ്മൾ ടേസ്റ്റ് അച്ചാറിന് നല്ലെണ്ണയാണ്. അത് കൂടാതെ കുറച്ച് കാലം എടുത്തു വെക്കാനൊക്കെ ഉള്ളതാണെങ്കിൽ നല്ലെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഇനി നമുക്ക് മീനൊക്കെ ഒന്ന് ഇതിലൊന്ന് പൊരിച്ചെടുക്കാം. ഈ ഒരു പാത്രത്തിൽ മീനൊക്കെ ഒന്ന് അടിയിൽ പിടിച്ചു വന്നുകൊണ്ട് ഞാൻ ഇനി അടുത്ത ബാക്കിയുള്ള മീനൊക്കെ വേറൊരു പാത്രത്തിലാണ് പൊരിച്ചെടുക്കുന്നത്. പാത്രം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മീനൊന്ന് പൊരിച്ചെടുക്കേണ്ടത്. നന്നായിട്ട് മൊരിച്ചെടുക്കണേ. മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് മീനൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടുക. ഇനി ബാക്കിയുള്ള മീനൊക്കെ ഇതിലൊന്ന് പൊരിച്ച് മാറ്റിയെടുക്കുക. ഇതിലേക്ക് 200 ഗ്രാം പച്ചമുളക്, 200 ഗ്രാം ഇഞ്ചി, 200 ഗ്രാം വെളുത്തുള്ളിയും കൂടെ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 2 കിലോ ഫിഷ് അച്ചാറിടാനുള്ളൊരു കണക്കാണ് ഇത്. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ പൊരിച്ച് ബാക്കിയുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 50 ഗ്രാം നല്ലെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 2 കിലോ അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ 350 ഗ്രാം നല്ലെണ്ണയാണ് എടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണേ. ഇതൊക്കെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അച്ചാറിൽ പൂപ്പ് വന്നു പോവേ. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. ഇതൊന്ന് മൊരിഞ്ഞ് വരുന്നൊരു സമയത്തുള്ളിൽ മിക്സിൻ്റെ ജാറിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കടുകും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അച്ചാർ പൊടിയുടെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ചേർക്കുന്നതാണ് നല്ലത്. മൊത്തത്തിൽ 5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത്. ഇതൊന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് പച്ചമണം പോയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊരിച്ചെടുത്തിട്ടുള്ള മീനൊന്ന് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ കുറച്ച് കാലം പുറത്തൊക്കെ വെച്ചിട്ട് സൂക്ഷിച്ച് വെക്കാനുള്ളതാണെങ്കിൽ നമ്മൾ വിനാഗിരി മാത്രം ചേർത്തിട്ട് ചെയ്താൽ മതി. അതല്ല ഫ്രിഡ്ജിലൊക്കെ വെക്കാനുള്ളൊരു സൗകര്യം ഉണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഈ അച്ചാർ റെഡിയാക്കി എടുക്കാൻ പറ്റും. പുറത്ത് വെക്കാനുള്ളതാണെങ്കിൽ എന്തായാലും വിനാഗിരി മാത്രം ചേർത്തിട്ട് റെഡിയാക്കി എടുത്താൽ മതിയേ. ഈ ഒരു അച്ചാറിലേക്ക് ഞാൻ ഒരു 300-350 ml വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ. ചെറുതായിട്ടൊന്ന് തിള വന്നതിന് ശേഷമാണ് തീ ഒന്ന് ഓഫ് ചെയ്യേണ്ടത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി അച്ചാറാണ് ഇത്. എന്തായാലും ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.